ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറായ പെഡഗോജിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു യൂണിറ്റിന് 2 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ടീച്ചിങ് മോഡൽസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ടീച്ചിങ് മോഡൽ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ മീനിങ് എന്താന്ന് നോക്കാം. ടീച്ചിങ് മോഡൽസ് ആർ ലൈക്ക് പ്ലാൻസ് ഓർ പാറ്റേൺസ് യൂസ് ടു ഗൈഡ് ടീച്ചിങ്. നമ്മുടെ ടീച്ചിങ്ങിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചിങ് കാഴ്ചവെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്ലാൻസ് അല്ലെങ്കിൽ പാറ്റേൺസിനെയാണ് എന്ത് പറയുന്നത്, ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് ഓർഗനൈസ് ലെസൺസ് ആൻഡ് ഇംപ്രൂവ് സ്റ്റുഡന്റ് ലേണിംഗ്. നമ്മുടെ ലെസൺസിനെ ഇല്ലേ, നമുക്ക് എടുക്കാനുള്ള ലെസൺസിനെ ഓർഗനൈസ് ചെയ്യുകയും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എങ്ങനെയുള്ള ഒരു പഠനം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്യണം, ഇതിനെ ഇംപ്രൂവ് ചെയ്യാനെല്ലാമാണ് ടീച്ചേഴ്സ് എന്ത് യൂസ് ചെയ്യുക, ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. ദേ ആർ ബേസ്ഡ് ഓൺ ഹൗ പീപ്പിൾ ലേൺ ആൻഡ് ബിഹേവ്. നമ്മുടെ കുട്ടികൾ എങ്ങനെ ലേൺ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടീച്ചിങ് മോഡൽസിനെയും ചൂസ് ചെയ്യുക. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിന്റെ ബിഹേവിയറും അവരുടെ ഒരു ലേണിംഗ് സ്റ്റൈലും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും ഒരു ടീച്ചിങ് മോഡൽ സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ഡിഫൈൻ ടീച്ചിങ് മോഡൽ? എങ്ങനെ നമുക്ക് ടീച്ചിങ് മോഡലിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ടീച്ചിങ് മോഡൽ is a structured method to teach students to learn specific skills or knowledge. നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്പെസിഫിക് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നോളേജ് പ്രൊവൈഡ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് മെത്തേഡിനെയാണ് എന്ത് പറയാ, ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ചേഞ്ച് സ്റ്റുഡൻസ് ബിഹേവിയർ ഇൻ എ പ്ലാൻഡ് വേ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു തരത്തില് നമ്മുടെ ടീച്ചിങ് മോഡൽ എങ്ങനെയാണോ അതിന്റെ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിനെ മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മുടെ ടീച്ചിങ് മോഡലിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് മോഡൽ? ടീച്ചിങ് മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് എൻകറേജ് ആർട്ട് ഓഫ് ടീച്ചിങ്. അല്ലെ, നമ്മുടെ ടീച്ചിങ്ങിനെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഇൻഹെറന്റ് എബിലിറ്റീസ്. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കും അല്ലെ, നാച്ചുറൽ എബിലിറ്റീസ് ഒരുപാട് ഉണ്ടായിരിക്കും. സോ നമ്മുടെ കുട്ടികളുടെ എബിലിറ്റീസ് എന്തൊക്കെയാണോ, അവരുടെ ഇൻഹെറന്റ് ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണോ, അതിനെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടീച്ചിങ് മോഡലിനെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മുടെ കുട്ടികളുടെ താല്പര്യം എന്താണോ, അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ, അവരുടെ നീഡ് എന്താണോ, അവരുടെ എബിലിറ്റി എന്താണോ, അതനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിലോസഫി. നമുക്ക് നമ്മുടെ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ ലേണിങ്ങിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ബിലീഫുകൾ ഉണ്ടായിരിക്കും അല്ലെ, കുറച്ച് വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ മോഡലാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ആൻസേഴ്സ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ്? വാട്ട് ടു ടീച്ച്, ഞാൻ എന്ത് പഠിപ്പിക്കണം. ഹൗ ടു ടീച്ച്, ഞാൻ എങ്ങനെ പഠിപ്പിക്കണം. വൈ ടു ടീച്ച്, ഞാൻ എന്തിന് പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു ഉത്തരമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടീച്ചിങ് മോഡൽസ് നമുക്ക് തരുന്നത്. Okay, next is what are the fundamental elements of teaching model? Teaching മോഡലിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ഫോക്കസ്. എന്താ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എയിം, ഇറ്റ് ഇസ് ദ മെയിൻ എയിം ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. നമ്മുടെ ടീച്ചിങ്ങിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗോളാണ് എന്ത് പറയുന്നത്, ഫോക്കസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ടെൽസ് വാട്ട് ദ ടീച്ചർ വാണ്ട്സ് സ്റ്റുഡൻസ് ടു ലേൺ. നമ്മുടെ കുട്ടികൾക്ക് എന്ത് പഠിക്കണം എന്നുള്ളത് അല്ലെ, ഇറ്റ് ടെൽസ് വാട്ട് ദ ടീച്ചർ വാണ്ട്സ് സ്റ്റുഡൻസ് ടു ലേൺ. ഒരു ടീച്ചർക്ക് അറിയാം നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എന്നുള്ളത്. സോ നമ്മുടെ കുട്ടികൾക്ക് എന്ത് പഠിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ അതാണ് ഫോക്കസ്. നെക്സ്റ്റ് സിൻടാക്സ്.
ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഓഫ് ടീച്ചിങ്. ഒരു ടീച്ചിങ്ങിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉണ്ടായിരിക്കും അല്ലെ. നമ്മളൊരു ലെസൺ പഠിപ്പിക്കുകയാണ്, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെസൺ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് ഇലക്ട്രിക് കറന്റ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക് നോളേജ് കൊടുത്തിട്ടല്ലേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുള്ളൂ. സോ ടീച്ചിങ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഓക്കെ, ഇറ്റ് ഷോസ് ഹൗ ദ ലെസൺ ഇസ് കണ്ടക്റ്റഡ് ഇൻ ഓർഡർ. ഒരു ലെസണിനെ നമ്മൾ ഏത് രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതൊരു ഓർഡറിലാണ് നമ്മൾ ഒരു ലെസനെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിനെയാണ് എന്ത് പറയുന്നത്, സിന്റാക്സ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ആൻഡ് സിന്റാക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വരുന്ന എലമെന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. It tells how the teacher should respond to students. ഒരു ടീച്ചർ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു തരുന്നത്. ഹെൽപ്സ് ദ ടീച്ചർ ഗൈഡ് ആൻഡ് സപ്പോർട്ട് സ്റ്റുഡൻസ് പ്രോപ്പർലി. ഇങ്ങനെയുള്ള ടീച്ചിങ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് അതൊരു തരത്തിൽ ഗൈഡൻസ് ആണ് അല്ലെ, ഒരു 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 സപ്പോർട്ടാണ് ഇത്തരം ടീച്ചിങ് മോഡൽസ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാം ഈ ഒരു ടീച്ചിങ് മോഡൽസ് പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് സോഷ്യൽ സിസ്റ്റം. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. ഒരു ടീച്ചറും അധ്യാപികയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിലെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിനെ എന്താണ് ഇങ്ങനെയുള്ള ടീച്ചിങ് മോഡൽസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇറ്റ് ഡിസൈഡ്സ് ഹൂ ഇസ് ആക്റ്റീവ് ഇൻ ക്ലാസ്. ഒരു ക്ലാസ് റൂമിൽ ആരാണോ കൂടുതൽ ആക്റ്റീവ്, ടീച്ചർ ആയിരിക്കണോ സ്റ്റുഡന്റ് ആയിരിക്കണോ എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടീച്ചിങ് മോഡൽസ്. ഓക്കെ, നെക്സ്റ്റ് സപ്പോർട്ട് സിസ്റ്റം. നമുക്കെപ്പോഴും ഒരു ടീച്ചിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതാവണമെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ ആൻഡ് റിസോഴ്സ് ആവശ്യമാണ് അല്ലെ. സോ ടീച്ചേഴ്സിന് സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കുന്നത് എന്താണ്, അവർ യൂസ് ചെയ്യുന്ന ബുക്സ്, നമ്മുടെ ലാബ്, ടെക്നോളജി, ചാർട്ട്, ഇതെല്ലാം ഇത്തരം റിസോഴ്സസിനെയാണ് എന്ത് പറയുന്നത്, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ അല്ലെ. ഇറ്റ് ഷോസ് വേർ ആൻഡ് ഹൗ ദ മോഡൽ ക്യാൻ ബി യൂസ്ഡ്. നമുക്കൊരു ടീച്ചിങ് മോഡൽ ലഭിച്ചു, ഈ ടീച്ചിങ് മോഡൽ നമ്മൾ എവിടെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ഈ ഒരു ടീച്ചിങ് മോഡൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം അല്ലെ. ഹെൽപ്സ് അപ്ലൈ ലേണിംഗ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്, അതെപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും കൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കണം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ് മോഡൽസിന്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ ത്രൂ ഔട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽസ് ആണ് കേട്ടോ. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്കറിയാം ഡിഫറെന്റ് പെഡഗോജി എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും നിങ്ങൾ അല്ലെ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഒരു 80% ഓഫ് ദ കോണ്ടന്റും നമ്മൾ എല്ലാവർക്കും സിമിലർ ആയിട്ട് വരുന്നത് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. 20% ഈ ഒരു ചാപ്റ്ററിൽ സ്പെസിഫിക്കലി എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി, പെഡഗോജി ഹിസ്റ്ററി എടുത്തവർക്കുള്ള കുറച്ച് ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സിലബസ് ഗോ ത്രൂ ചെയ്യുക. ഞാനിപ്പോ ഈ പറയുന്ന ചില മോഡൽസ് നിങ്ങളുടെ സിലബസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തോളൂ, പഠിക്കേണ്ട ആവശ്യമില്ല. ഏതോ 1-2 പെഡഗോജിയിൽ മാത്രം വരുന്നതാണ് ഞാനിപ്പോ ആദ്യം പറയുന്ന കുറച്ച് മോഡൽസ്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. First is information processing models. These are teaching methods focused on how an individual's mind handles information from the world around them. ഈ ഒരു മോഡൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേൾഡിൽ, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും എല്ലാം ലഭിക്കുന്ന ഇൻഫോർമേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മൈൻഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് മോഡലാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇതിന്റെ ഗോൾസ് എന്തൊക്കെയാന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇസ് മാസ്റ്ററിംഗ് ഇൻക്വയറി, ലേണിംഗ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഫൈൻഡ് ഇൻഫർമേഷൻ. നമ്മൾ ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാന്നുള്ളത് ആദ്യം ലേൺ ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ എന്താണ് ഇൻഫോർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് മാസ്റ്ററിംഗ് ഇൻക്വയറി എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് മാസ്റ്ററിംഗ് ഫാക്ട്, ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അക്കാഡമിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ നമ്മൾ ടീച്ച് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് നമ്മുടെ കുട്ടികൾക്ക് എന്താണ്
മുഴുവനായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം അല്ലെ. നമ്മളൊരു കാര്യം പറഞ്ഞാൽ പകുതി മനസ്സിലായി പകുതി മനസ്സിലായിട്ടില്ല അങ്ങനെ ടീച്ച് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോൺസെപ്റ്റും ഇൻഫോർമേഷൻസും അത് ഫുള്ളി 100% ആയിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. Okay, next is intellectual growth. Improving the overall ability to think clearly and solve complex issues. നമ്മുടെ കുട്ടികളുടെ ഇന്റലക്ച്വൽ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. വളരെ ഡീപ്പായിട്ട് വളരെ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സീരിയസ് ഇഷ്യൂ വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനും തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ ഗ്രോത്ത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡലിന്റെ പ്രധാനമായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് അഡീഷണൽ ഗോൾസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മോഡലുകളാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ആൻഡ് കൊഗ്നിറ്റീവ് ഗ്രോത്ത് ഡെവലപ്മെന്റ്. ഓക്കെ, സോ എന്താണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് നമുക്ക് നോക്കാം. ഫോക്കസസ് ഓൺ ഡെവലപ്പിംഗ് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾസ്. നമ്മളിപ്പോ ഒരു കാര്യം ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചുമ്മാ ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാതെ വ്യക്തമായിട്ടുള്ള ഒരു റിയൽ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒരു കൺക്ലൂഷനിലോട്ട് എത്താം. ഓക്കെ, ഇതിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. നമ്മളൊരു കാര്യം കേൾക്കുന്നു അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തി അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. എയിംസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് അച്ചീവ് സ്പെസിഫിക് സോഷ്യൽ ഓർ അക്കാഡമിക് ഒബ്ജക്റ്റീവ്സ് ത്രൂ റിസർച്ച്. നമ്മൾ നടത്തുന്ന റിസർച്ചിലൂടെ അല്ലെ നമുക്ക് കുറച്ച് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് അല്ലെ, നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു പഠനം നടത്തുക, അല്ലെങ്കിൽ അക്കാഡമിക്സിന് ആവശ്യമായിട്ട് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുക ത്രൂ റിസർച്ച്. ഇതിനെയാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. യൂസ് ടു മേക്ക് കോണ്ടന്റ് മോർ മീനിങ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ബൈ ഓർഗനൈസിങ് ഇറ്റ് ക്ലിയർലി. നമ്മൾ എന്തൊരു കാര്യം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിനെ ആദ്യം തന്നെ പ്രോപ്പർ ആയിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു കോണ്ടന്റ് കുറച്ചും കൂടെ മോർ മീനിങ്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. സ്റ്റക്ക് ആവുന്നുണ്ടോ ഇൻ ബിറ്റ്വീൻ? വൺ സെക്കൻഡ്, ഞാൻ എന്റെ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്തു നോക്കട്ടെ കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഓക്കെ. അപ്പോ അഡ്വാൻസ് ഓർഗനൈസർ മോഡലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊരു കാര്യം പഠിക്കണമെങ്കിലും എന്താണ് വളരെ വ്യക്തമായിട്ട് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കണ്ടന്റ് വളരെ മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Okay, next is cognitive growth development. It's based on the work of Jean Piaget, focusing on general intelligence and moral development. Jean Piaget എന്ന് പറയുന്ന വളരെ ലൈക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ്. കൊഗ്നിറ്റീവ് ഗ്രോത്ത് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ജീൻ പിയാഷെ. സോ നമ്മുടെ ഒരു ഇന്റലിജൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും മോറൽ ഡെവലപ്മെന്റ്, മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡലാണ് എന്ത് പറയുന്നത്? കൊഗ്നിറ്റീവ് ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, എല്ലാ പെഡഗോജിയിലും വരുന്ന കാര്യമല്ല ഇത്. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ വരുന്നവർ മാത്രം ഈ കാര്യം മനസ്സിലാക്കിയാൽ മതി. Okay, next is social interaction models. These models focuses on how students relate to others and their role within the society. Social interaction അല്ലെ, നമ്മുടെ കുട്ടികൾ എന്താണ് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ റോൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു മോഡലാണ് സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽ. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഗോൾ എന്താണ്? To help students learn how to work together effectively to identify and solve problem.
നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യാനും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒരു ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്ര എഫക്റ്റീവ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് ഫോക്കസ് എന്തൊക്കെയാണ്? ദേ എംഫസൈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ഓർ അതർ പീപ്പിൾ. ഒരു 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 വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മോഡല് പറയുന്നത്. സ്കിൽ ബിൽഡിംഗ്, ദേ എയിം ടു ഡെവലപ്പ് ഹ്യൂമൻ റിലേഷൻസ് സ്കിൽസ് ആൻഡ് ആൻ അവയർനെസ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും നമ്മുടെ ഒരു സോഷ്യൽ വാല്യൂസ്, ഒരു പേഴ്സണൽ വാല്യൂസിനും സോഷ്യൽ വാല്യൂസിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുമാണ് ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോൾ പ്ലേ അല്ലെ. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് അതൊരു നാടകത്തിലൂടെ അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിലൂടെ കാണിക്കുന്നതിനെയാണ് എന്ത് പറയാ? റോൾ പ്ലേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ ഇൻക്വയറി, ഡെവലപ്പിംഗ് കോമ്പിറ്റൻസീസ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ്. അതായത് നമ്മുടെ സമൂഹം നേരിടുന്ന എന്തെങ്കിലും ഒരു ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കോമ്പീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിനെ അത്തരം ഒരു കോമ്പീറ്റൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? സോഷ്യൽ ഇൻക്വയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യൽ ഇന്ററാക്ഷൻ മോഡൽ. നെക്സ്റ്റ് പേഴ്സണൽ ഡെവലപ്മെന്റ് മോഡൽ. ഇനി ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫോക്കസസ് ഓൺ ദ ഇന്നർ വേൾഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് ആൻഡ് ദെയർ ഇമോഷണൽ വെൽബീയിങ്. ഓരോ കുട്ടീനെയാണ് ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യുന്നത്, ഇൻഡിവിജ്വലിനെയാണ് ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. ഓരോ ഇൻഡിവിജ്വലിന്റെയും ഇമോഷണൽ വെൽബീയിങ്ങിനെയാണ് ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു അസിസ്റ്റ് the individual in developing selfhood and an integrated confident personality. നമുക്ക് എങ്ങനെ ഒരു സ്വയം പ്രാപ്തി കൊണ്ടുവരാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ടിരിക്കാം എന്നുള്ളതിനെയാണ് അത്തരം ഒരു കാര്യങ്ങളെയാണ് ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് മോഡൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇന്റേണൽ ഫോക്കസ് എന്തൊക്കെയാണ്? ദേ എംഫസൈസ് ദ ഇമോഷണൽ ലൈഫ് ഓഫ് ദ സ്റ്റുഡന്റ് റാദർ ദാൻ ജസ്റ്റ് അക്കാഡമിക് ഫാക്ട്സ്. പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു വ്യക്തിയുടെ ഇമോഷണൽ ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് മോഡല് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ദേ എയിം ടു ഇൻക്രീസ് എ സ്റ്റുഡന്റ് സെൽഫ് എസ്റ്റീം ആൻഡ് ഹെൽപ്പ് ദം അണ്ടർസ്റ്റാൻഡ് ദംസെൽവ്സ് മോർ ഫുള്ളി. നമുക്ക് നമ്മളെ തന്നെ വളരെ ഫുള്ളസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ പേഴ്സണൽ ഡെവലപ്മെന്റ് ഇസ് ഓൾ അബൌട്ട് ഒരു വ്യക്തിനെയും ആ വ്യക്തിന്റെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനെയാണ് ഈ ഒരു മോഡൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിനെക്റ്റിക്സ് ക്ലാസ് റൂം മീറ്റിംഗ് ആണ് വരുന്നത്. സിനെക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് കോമ്പിറ്റൻസീസ് ഫോർ പ്രോബ്ലം സോൾവിങ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഉള്ള കുറച്ച് കോമ്പിറ്റൻസി ഉണ്ടാക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് ഡെവലപ്മെന്റ് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ് റൂം മീറ്റിംഗ്, ഡെവലപ്പിംഗ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എ സെൻസ് ഓഫ് ഡ്യൂട്ടി. സ്വയം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനുള്ള തരത്തിലൊരു പ്രാപ്തി കുട്ടികളിൽ കൊണ്ടുവരാനും ഇങ്ങനെയുള്ള മോഡൽസ് സഹായിക്കും. നെക്സ്റ്റ് ബിഹേവിയർ മോഡിഫിക്കേഷൻ മോഡൽ അല്ലെ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? ഈ ഒരു മോഡല് ബിഹേവിയർ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ പ്രൈമറി ഗോൾ എന്താന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഗോൾ ഇസ് ടു ചേഞ്ച് ദ വിസിബിൾ ബിഹേവിയർ ഓഫ് ദ ലേണർ ത്രൂ സ്പെസിഫിക് ഇന്റർവെൻഷൻസ്. അതായത് നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സ്പെസിഫിക് ബിഹേവിയറുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. സോ അങ്ങനെ വിസിബിൾ ആയിട്ട് കാണപ്പെടുന്ന ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിഹേവിയർ മോഡിഫിക്കേഷൻ മോഡലിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ പയനീർഡ് ബൈ BF സ്കിന്നർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു മോഡലാണ് BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ.
അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു അച്ചീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റ് ദ ലോവർ ലെവൽ ഓഫ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. എന്താ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കും ഇനി ഇത് നമ്മൾ കേട്ടതിന്റെ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. കൊഗ്നിറ്റീവ് ലെവൽ ഡൊമൈൻ ഒരുപാട് ലെവൽസ് ഉണ്ട്. അതിൽ ലോവർ ലെവലിൽ വരുന്നതാണ് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, അപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ ലോവർ ലെവലിൽ വരുന്ന കൊഗ്നിറ്റീവ് ആണ് റിമെമ്പറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യം മെമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മോഡൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഡിവിജ്വൽ അപ്രോച്ച്. ഇറ്റ് അഡ്രസ്സസ് ബിഹേവിയറൽ ചേഞ്ചസ് വൈൽ അക്കൗണ്ടിങ് ഫോർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഓഫ് ഈച്ച് സ്റ്റുഡന്റ്. ഓരോ കുട്ടികളുടെ ബിഹേവിയറൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും അല്ലെ. ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽസ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ബിഹേവിയറിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. സോ അതിനെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലാണ് ബിഹേവിയർ മോഡിഫിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ 3-4 മോഡൽസും വളരെ സ്പെസിഫിക് ആയിട്ട് 1-2 പെഡഗോജിയിൽ മാത്രമുള്ളതാണ്. നിങ്ങളത് സിലബസ് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന മോഡൽസ് എല്ലാ പെഡഗോജിയിലും ത്രൂ ഔട്ട് വരുന്നതാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ കോർ ഇൻസ്ട്രക്ഷണൽ മോഡൽസിൽ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മോഡലില് പലതും നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ വാട്ട് ഇസ് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ? ഇറ്റ് ഇസ് ഡെവലപ്ഡ് ബൈ ജോൺ കാരോൾ ആൻഡ് ബെഞ്ചമിൻ ബ്ലൂം. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫോക്കസസ് ഓൺ മേക്കിംഗ് ഷുവർ ഓൾ സ്റ്റുഡൻസ് ലേൺ വെൽ ബിഫോർ മൂവിങ് ഓൺ. ഈ ഒരു മോഡൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നമ്മളൊരു ടോപ്പിക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപേ നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് കുട്ടികൾക്ക് വളരെ തറോ ആണോ അല്ലെങ്കിൽ 100% മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്തിട്ടേ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയുള്ളൂ. അതാണ് ഈ ഒരു മോഡലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റുഡൻസ് ലേൺ ഇൻ സ്റ്റെപ്സ് and only move ahead when they understand the topic. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുന്നേ പഠിച്ച ടോപ്പിക് 100% വ്യക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ടീച്ചർ ഇവിടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യുകയുള്ളൂ. വളരെ നല്ലൊരു ലേണിംഗ് മോഡൽ അല്ലേ അത്? യെസ്. നെക്സ്റ്റ്, ഈ ഒരു മാസ്റ്ററി ലേണിംഗിന് 4 മെയിൻ പാർട്സ് ആണുള്ളത്. സ്മോൾ ലേണിംഗ് യൂണിറ്റ്സ്, ലോജിക്കൽ സീക്വൻസ്, ചെക്ക് മാസ്റ്ററി ആൻഡ് എക്സ്ട്രാ ഹെൽപ്പ്. ഇൻ ദ സ്മോൾ ലേണിംഗ് യൂണിറ്റ്സ് നമുക്കൊരു വലിയ ബിഗ് ലെസൺ ആണെങ്കിൽ, ഒരു ബിഗ് ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിനെ നമുക്ക് ഒരുപാട് സ്മോളർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വലിയൊരു ചാപ്റ്റർ നമ്മൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരുമിച്ചെടുത്ത് തീർത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കുട്ടികളാണ്, അവരുടെ അറ്റൻഷൻ സ്പാൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. സോ ഒരു ബിഗർ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ലെസണിനെ സ്മോളർ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക. അതാണ് ഇതിന്റെ മെയിൻ പാർട്ട്. നെക്സ്റ്റ് ഇസ് ലോജിക്കൽ സീക്വൻസ്. ടീച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ ഓർഡർ. നമ്മൾ പഠിപ്പിക്കുന്ന നമ്മൾ ബ്രേക്ക് ചെയ്തു അല്ലെ, നമ്മളെ ടോപ്പിക്കിനെ അല്ലെങ്കിൽ യൂണിറ്റ് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇനി നമ്മൾ ഓരോ ടോപ്പിക്കും എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഓർഡറിൽ പഠിപ്പിക്കണം അല്ലെ. ഒരു ഓർഡർ ഇല്ലാതെ കുറെ അവിടെ നിന്നും കുറെ ലാസ്റ്റ് നിന്ന് പഠിപ്പിച്ചു, കുറെ ഫസ്റ്റ് നിന്ന് പഠിപ്പിച്ചു, പിന്നെ കുറെ സെന്റർ നിന്ന് പഠിപ്പിച്ചു, അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ടീച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ഓർഡറിലാണ്, ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ചെക്ക് മാസ്റ്ററി. ടെസ്റ്റ് സ്റ്റുഡൻസ് ആഫ്റ്റർ ഈച്ച് പാർട്ട്. ഓരോ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ടെസ്റ്റ് ചെയ്യുക, നമ്മുടെ കുട്ടികൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞ പാർട്ട് വ്യക്തമാണോ എന്നുള്ളത് എന്താണ് ടെസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് എക്സ്ട്രാ ഹെൽപ്പ്. ഗീവ് എക്സ്ട്രാ സപ്പോർട്ട് ഇഫ് നീഡഡ് ബിഫോർ മൂവിങ് ഓൺ. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ മുന്നേ ആർക്കെങ്കിലും ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ ഒരു മാസ്റ്ററി ലേണിംഗിന്റെ 4 മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ മാസ്റ്ററി ലേണിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഇസ് ക്ലിയർ ലേണിംഗ് ഗോൾസ്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ലേണിംഗ് ഗോൾസ് ആണ് അല്ലെ. എല്ലാവർക്കും വ്യക്തമാവണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോളാണ് ഇവർക്കുള്ളത്. നെക്സ്റ്റ് ഇസ് ഫോക്കസ്ഡ് ഓൺ
സ്റ്റുഡന്റ് പെർഫോമൻസ്. നമ്മുടെ ഓരോ കുട്ടികളും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് പ്രാക്ടീസ് ഇഫ് സ്റ്റുഡന്റ് സ്ട്രഗിൾ. ഏതെങ്കിലും കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മനസ്സിലാക്കി എടുക്കാൻ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഫ്ലെക്സിബിൾ ടീച്ചിങ് ടു ഫിറ്റ് സ്റ്റുഡൻസ് നീഡ്. നമ്മുടെ കുട്ടികളുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ. ഇപ്പോ നമ്മൾ പോകുന്ന ഒരു റൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ പറയാണ് മാം എനിക്ക് മനസ്സിലാവുന്നില്ല പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്താണ് ടീച്ചിങ് ഫ്ലെക്സിബിൾ ആക്കുക, വേറെ എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് പ്രിൻസിപ്പൽ മാസ്റ്ററി ലേണിംഗ് മോഡൽ. ഇപ്പൊ നമ്മള് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ ആണ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് പ്രിൻസിപ്പൽ മാസ്റ്ററി ലേണിംഗ് മോഡൽ. ഓക്കെ, ഇതില് ഇവർക്ക് എന്താണ് ലേണിംഗ് ഗോൾസ് ആർ വെരി ക്ലിയർ. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് നോ എക്സാക്ട്ലി വാട്ട് ഇസ് ടു ബി ലേൺഡ്. ഇവിടെ ഇവരുടെ ലേണിംഗ് ഗോൾസും എന്താണ് വളരെ ക്ലിയർ ആണ്. കുട്ടികൾക്കും അറിയാം ഞാൻ എന്താണ് പഠിക്കുന്നത്, ടീച്ചേഴ്സിനും വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത്. നെക്സ്റ്റ്, പെർഫോമൻസ് ഇസ് ജഡ്ജ്ഡ് ബൈ സെറ്റ് സ്റ്റാൻഡേർഡ്സ്. സ്റ്റുഡൻസ് ആർ മെഷേർഡ് ബൈ ഹൗ വെൽ ദേ മീറ്റ് ലേണിംഗ് ഗോൾസ്. ഇവിടെ എന്താണ് കുട്ടികളെ മെഷർ ചെയ്യുന്ന എന്താണ് എത്രത്തോളം നമുക്ക് ആ ഒരു ലേണിംഗ് ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു അല്ലെ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും എത്രത്തോളം നമുക്ക് ആ ഒരു നമ്മുടെ ലേണിംഗ് ഔട്ട്കം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ഫോക്കസ് ഓൺ ലേണിംഗ് പ്രോഗ്രസ്. ടീച്ചേഴ്സ് ചെക്ക് ഹൗ മച്ച് സ്റ്റുഡൻസ് ഹാവ് ലേൺഡ്, നോട്ട് കമ്പയർ ദം വിത്ത് അതേഴ്സ്. ഇവിടെ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ കുട്ടികൾ എത്രത്തോളം പഠിച്ചെടുത്തു അല്ലെങ്കിൽ പഠിച്ചു എന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. അല്ലാതെ ഒരിക്കലും 1 by 1 ആയിട്ട് അവരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും എത്രത്തോളം മനസ്സിലായി വ്യക്തമായി എന്നുള്ളത് ടീച്ചർ ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അസസ്മെന്റ്സ് ഹെൽപ്പ് ഇംപ്രൂവ് ലേണിംഗ്. നമ്മുടെ കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്യുമ്പോൾ അവരുടെ ലേണിങ്ങിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും അല്ലെ. ടെസ്റ്റ് ആർ യൂസ് ടു ഗൈഡ് ടീച്ചിങ് ആൻഡ് ഹെൽപ്പ് സ്റ്റുഡൻസ്, നോട്ട് ജസ്റ്റ് ടു ഗ്രേഡ് ദം. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം എന്തിനാണ്? ടീച്ചേഴ്സിന് ഒരു ഗൈഡൻസും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു സഹായവും ആണ് അല്ലെ. അല്ലാതെ ജസ്റ്റ് ഒരു ഗ്രേഡ് കൊടുക്കുക, ഇപ്പൊ എ ഗ്രേഡ് കിട്ടി, ബി ഗ്രേഡ് കിട്ടി, സി ഗ്രേഡ് കിട്ടി എന്നുള്ളതിലുപരി നമ്മൾ പഠിപ്പിച്ച കാര്യം എത്രത്തോളം കുട്ടികൾക്ക് മനസ്സിലായി എന്നുള്ളത് ടീച്ചർക്ക് മനസ്സിലാക്കാനും ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാനുമാണ് എന്ത് നടത്തുന്നത്, ടെസ്റ്റ് പോലെയുള്ള അസസ്മെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫൈനൽ ടെസ്റ്റ് ചെക്ക് മാസ്റ്ററി. അറ്റ് ദ എൻഡ് ടെസ്റ്റ് മെഷേഴ്സ് ഹൗ വെൽ സ്റ്റുഡൻസ് ഹാവ് ലേൺ ദ ടോപ്പിക്. നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് ആ ഒരു ചാപ്റ്ററിന്റെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം ഈ ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മാസ്റ്ററി ലേണിംഗ് മോഡൽസിന്റെ ഗോൾസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഹെൽപ്സ് കൺട്രോൾ ഹൗ ഫാസ്റ്റ് സ്റ്റുഡന്റ് ലേൺ. നമ്മുടെ കുട്ടികളെ എത്രത്തോളം പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മേക്ക് ഷുവർ ഓൾ സ്റ്റുഡൻസ് ലേൺ വെൽ ബിഫോർ മൂവിങ് ഓൺ. നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്നും അടുത്തൊരു ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മളെ കുട്ടികൾക്ക് എത്ര നന്നായി ലേൺ ചെയ്യാൻ പറ്റി എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യും. ഫോക്കസസ് ഓൺ ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ്, നോട്ട് ജസ്റ്റ് പാസ് ആയി പോവുക എന്നുള്ളതല്ല, നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് ആ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിനെയാണ് മാസ്റ്ററി ലേണിംഗ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. ഗീവ് സ്റ്റുഡൻസ് എക്സ്ട്രാ ഹെൽപ്പ് ആൻഡ് ടൈം ഇഫ് നീഡഡ്. ഒരുപാട് അഡീഷണൽ ടൈമോ അല്ലെങ്കിൽ ഹെൽപ്പോ ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി സിൻടാക്സ് എന്തൊക്കെയാണ്? സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സ്റ്റെപ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഈ മാസ്റ്ററി ലേണിംഗ് മോഡൽ നമുക്ക് ക്ലാസ് റൂമിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. എന്താണ് ഫേസ് 1? പ്ലാനിങ് ഫോർ മാസ്റ്ററി അല്ലെ. നമ്മൾ എന്ത് പഠിപ്പിക്കണം, നാളെ ഏത് ചാപ്റ്റർ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ആദ്യം ചെയ്തിരിക്കണം. അടുത്ത ഫേസ് 2 എന്താണ്? ടീച്ചിങ് ഫോർ മാസ്റ്ററി അല്ലെ. ഈ ഒരു ചാപ്റ്റർ പഠിപ്പിക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് എനിക്ക് വേണം അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് എനിക്ക് വേണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഫേസ് 3 ചെക്കിംഗ് സ്റ്റുഡന്റ് പെർഫോമൻസ്. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനെ എന്താണ് ചെക്ക് ചെയ്യുക. ഫേസ് 4 ഗിവിംഗ് ഫീഡ്ബാക്ക് ആൻഡ് കറക്ഷൻ.
ഇനി ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്സോ അല്ലെങ്കിൽ കറക്ഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ ടീച്ചേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് എക്സ്ട്രാ ടീച്ചിങ് സ്റ്റുഡൻസ് ഫോർ സ്റ്റുഡൻസ് ഹു നീഡ് ഇറ്റ്. എക്സ്ട്രാ കെയറോ സപ്പോർട്ടോ ആവശ്യമായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ് ഫേസ് മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് ഓർ യൂണിറ്റ്. അടുത്ത ടോപ്പിക്കിലോട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് യൂണിറ്റിലോട്ടോ മൂവ് ചെയ്യുക. സോ മാസ്റ്ററി ലേണിംഗ് മോഡലിന് വ്യക്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ട്. തുടക്കം പ്ലാനിങ് മുതൽ ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ ത്രൂ ഔട്ട് ഈ ഒരു ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു മാസ്റ്ററി ലേണിംഗ് മോഡലിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിമെറിറ്റ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്നുള്ളത് അല്ലെ. ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ലേൺ ആൻഡ് വാട്ട് ദേ നീഡ് ടു ഇംപ്രൂവ്. ഞാൻ എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ഇനി എന്തൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് ഒരു കുട്ടിക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കാരണം അസസ്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ ടീച്ചേഴ്സ്, ത്രൂ ഔട്ട് ഒരു ഫീഡ്ബാക്കും കറക്ഷൻസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. സോ അതിലൂടെ കുട്ടിക്ക് മനസ്സിലാവും ഈ ഒരു ചാപ്റ്റർ എനിക്ക് എത്രത്തോളം ക്ലിയർ ആണ്, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏത് ഭാഗമാണ് എനിക്ക് ഡിഫിക്കൽട്ട്, എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓഫർ സ്റ്റുഡൻസ് എ സെക്കൻഡ് ചാൻസ് അറ്റ് സക്സസ്. കുട്ടികൾക്ക് എന്താണ്, സക്സസിലോട്ട് ഒരു സെക്കൻഡ് ചാൻസ് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻ കേസ് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് വീണ്ടും ടീച്ച് ചെയ്യുകയും അവർക്ക് എക്സ്ട്രാ സപ്പോർട്ടും ടൈമും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുട്ടികളെ സക്സസിലോട്ട് എത്താൻ വേണ്ടി ഒരു സെക്കൻഡ് ചാൻസ് ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സ്പെഷ്യൽ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ടു ബ്രോഡർ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇവരുടെ ലേണിംഗ് നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസിനെ കുറച്ചും കൂടെ വൈഡർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രോഡർ ആക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ടീച്ചേഴ്സ് എന്താണ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഈ ഒരു മാസ്റ്ററി ലേണിംഗ് മോഡലിന്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. Now we are coming to demerits അല്ലെങ്കിൽ disadvantages. Takes more time to complete lesson. ഓരോ കുട്ടിക്കും മനസ്സിലായിട്ടുണ്ടോ, 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികൾക്കും ഇപ്പൊ ഈ കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വ്യക്തമാണോ എന്നുള്ളത് നോക്കി മനസ്സിലാവാത്തവർക്ക് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അല്ലെ. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. സോ ടൈം കൺസ്യൂമിങ് ഇതിന്റെ ഒരു ഡിമെറിറ്റ് ആണ്. നോ വൺ മെത്തേഡ് വർക്ക്സ് ഫോർ എവരി സ്റ്റുഡന്റ്. 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 30 കുട്ടികൾക്കും ഒരു ടീച്ചിങ് മെത്തേഡ് കൊണ്ട് പോയിട്ട് കാര്യം ഉണ്ടായില്ല. ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് സ്ട്രാറ്റജീസ് എടുക്കേണ്ടി വരും. സോ ഒരു സിംഗിൾ മോഡൽ അല്ലെങ്കിൽ സിംഗിൾ മെത്തേഡ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ കുട്ടികൾക്കും വർക്ക് ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ് ഇസ് ടീച്ചേഴ്സ് മേ നീഡ് ടു യൂസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ്. യെസ്, ടീച്ചേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ 10 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ 8 പേർക്കും ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യേണ്ടി വരും. സോ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതോടുകൂടെ മാസ്റ്ററി ലേണിംഗ് മോഡൽ കഴിഞ്ഞു. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഓപ്പറന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. ഇത് BF സ്കിന്നർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. BF സ്കിന്നർ ഇസ് കോൾഡ് ദ ഫാദർ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്. നിങ്ങൾക്ക് MCQ ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് BF സ്കിന്നർ ആണ് കേട്ടോ. ഹി എക്സ്പ്ലെയിൻഡ് ഹൗ ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ദ ലോ ഓഫ് എഫക്ട്. അതായത് ഈ ലോ ഓഫ് എഫക്റ്റിലൂടെ എങ്ങനെ ലേണിംഗ് നടക്കുന്നു എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് BF സ്കിന്നർ. സോ അക്കോർഡിംഗ് ടു ദിസ്, a behavior is more likely to happen again if it gives a good result. ഈ ഒരു ലോ ഓഫ് എഫക്ട് എന്താ പറയുന്നത്, ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബിഹേവിയർ വീണ്ടും ഹാപ്പൻ ചെയ്യും അല്ലെ. എങ്ങനെ? നല്ലൊരു ഗുഡ് റിസൾട്ട് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, മനസ്സിലായോ? അത് ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നെക്സ്റ്റ്, ഇഫ് എ ബിഹേവിയർ ഗീവ്സ് എ ബാഡ് റിസൾട്ട്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഒരു ബിഹേവിയർ കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി, ഓക്കെ, നമ്മൾ വീണ്ടും ആ കാര്യം വീണ്ടും ചെയ്യാൻ ശ്രമിക്കും അല്ലെ. പക്ഷെ നമ്മുടെ ഒരു ബിഹേവിയർ കാരണം നമുക്കൊരു ബാഡ് റിസൾട്ട് കിട്ടി, ഒരു പണിഷ്മെന്റ്. അതായത് നമ്മൾ ടീച്ചർ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്യാതെ പോയി, നമുക്ക് എന്ത് ലഭിച്ചു? പണിഷ്മെന്റ് ലഭിച്ചു. ഓക്കെ, പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്യോ? ഇറ്റ് വിൽ ലൈക്ലി സ്റ്റോപ്പ്. നമ്മൾ ആ ഒരു ബിഹേവിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കില്ല അല്ലെ. പക്ഷെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടി, ടീച്ചർ നമ്മളെ പ്രൈസ് ചെയ്തു, എല്ലാവരെയും മുന്നിൽ ടീച്ചർ നമ്മളെ അഭിനന്ദിച്ചു. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യാനായിട്ട് ആവർത്തിക്കുകയും ചെയ്യും. ഇതാണ് ലോ ഓഫ് എഫക്റ്റ്.
Okay, this method is used to increase good behavior by rewards and reduce bad behavior by consequences. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെ, നല്ല കാര്യങ്ങൾ, നല്ല ബിഹേവിയർ നമുക്ക് റിവാർഡ്സിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്യാനും നമുക്ക് ലഭിക്കുന്ന പണിഷ്മെന്റ്സിലൂടെ ബാഡ് ബിഹേവിയേഴ്സിനെ ഇല്ലാതാക്കാനും സഹായിക്കും. ഓക്കെ, അതാണ് ബിയർ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റീഇൻഫോഴ്സ്മെന്റ്. നമുക്കറിയാം റിവാർഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുക അല്ലെ. റീഇൻഫോഴ്സ്മെന്റ് മീൻസ് എൻകറേജിങ് എ ബിഹേവിയർ ബൈ റിവാർഡ്. നമ്മളിപ്പോ ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തു, ഓക്കെ, ഒരു കളഞ്ഞു കിട്ടിയ പെൻസില് കറക്റ്റ് ആയിട്ട് അതിന്റെ ഓണർക്ക് ആ കുട്ടി കൊണ്ടുപോയി കൊടുത്തു. നല്ലൊരു ബിഹേവിയർ ആ കുട്ടി ചെയ്തു. അതിനൊരു എന്താണ് റിവാർഡ് എന്നുള്ളത് പോലെ നമ്മൾ എന്താണ് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തു. ഇതിനെയാണ് എന്ത് പറയാ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ ബിഹേവിയറിനെ എൻകറേജ് ചെയ്യാണ് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുത്തിട്ട്. ഇതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട് കേട്ടോ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്. എന്താ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? ഗിവിംഗ് സംതിങ് ഗുഡ് ടു ഇൻക്രീസ് ദ ബിഹേവിയർ. അതായത് നല്ലൊരു ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റിവാർഡ്സ് കൊടുക്കുക. നല്ല എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നല്ല ബിഹേവിയർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? റിമൂവിങ് സംതിങ് ബാഡ് ടു ഇൻക്രീസ് ദ ബിഹേവിയർ. അതായത് ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത ചീത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ, സ്റ്റോപ്പിംഗ് സ്കോൾഡിംഗ് വെൻ ദ ഹോംവർക്ക് ഇസ് ഡൺ. ഓക്കെ, ഹോംവർക്ക് ചെയ്യാതിരുന്നപ്പോ എന്താണ്, സ്കോൾഡ് ചെയ്തു. പക്ഷെ ഹോംവർക്ക് ചെയ്തപ്പോ എന്ത് ചെയ്യാണ്, സ്കോൾഡിങ് നമ്മൾ ഇല്ലാതാക്കുക. സോ നല്ല കാര്യം ചെയ്യുമ്പോ എന്താണ്, സംതിങ് ബാഡ് ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ സ്കോൾഡിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു, അതുപോലെ. ഓക്കെ, അതാണ് റീഇൻഫോഴ്സ്മെന്റ്. ഇനി ഇതിൽ വരുന്നതാണ് പണിഷ്മെന്റ്. എന്താ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ചീത്തതായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ എന്തെങ്കിലും കാണിക്കുമ്പോഴാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുക അല്ലെ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ പണിഷ്മെന്റും രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. എന്ത് പോസിറ്റീവ് പണിഷ്മെന്റ്? ആഡിങ് സംതിങ് അൺപ്ലസന്റ് അല്ലെ. അതായത് സ്കോൾഡ് ചെയ്യുക, നമ്മൾ ചീത്ത പറയുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക. ഇതൊക്കെ എന്താണ്, പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ആഡിങ് സംതിങ് അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ് ഇസ് നെഗറ്റീവ് പണിഷ്മെന്റ്, ടേക്കിംഗ് എവേ സംതിങ് പ്ലസന്റ്. നമുക്ക് വളരെ ഇഷ്ടമായിരുന്ന ഒരു കാര്യത്തിന് നമ്മളിൽ നിന്നും എടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മള് ഇപ്പൊ പറയുകയാണെങ്കിൽ ടി വി കാണാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം എന്നിൽ നിന്നും ഇല്ലാതാക്കുന്നതിനെയാണ് എന്ത് പറയാ, നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയാം. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് എന്താണ് കൊണ്ടുവരിക. അപ്പൊ എന്നെ ചീത്ത പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷെ എന്നെ സ്കോൾഡ് ചെയ്യുക, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ എടുത്തു മാറ്റുന്നതിനെയാണ് എന്ത് പറയാ, നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷെഡ്യൂൾസ് ഫോർ റീഇൻഫോഴ്സ്മെന്റ്. എപ്പോഴൊക്കെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുക? റിവാർഡ്സ് ഗിവൺ അറ്റ് ഡിഫറെന്റ് ടൈംസ് ഓർ പാറ്റേൺസ് എഫക്ട് ലേണിംഗ്. നമ്മളൊരു പ്രത്യേക സമയത്തോ അല്ലെങ്കിൽ പ്രത്യേക പാറ്റേൺസിനോ നമ്മളൊരു കുട്ടിക്ക് റിവാർഡ് കൊടുക്കുമ്പോൾ അത് ആ കുട്ടീന്റെ ലേണിങ്ങിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് എ റിവാർഡ് ഇസ് ഗിവൺ അറ്റ് എവറി ടൈം ലേണിംഗ് അസ് ഫാസ്റ്റർ. നമ്മൾ എപ്പോഴും നമ്മളൊരു കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ എപ്പോഴും റിവാർഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടി വളരെ നന്നായിട്ട് ലേൺ ചെയ്യും അല്ലെ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് റാൻഡം ഇറ്റ് ലാസ്റ്റ് ലോങ്ങർ. പക്ഷെ നമ്മൾ ഈ എപ്പോഴും കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഒരു ഇന്റർവെൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലോ, അങ്ങനെ ആവുമ്പോൾ കുട്ടി എന്താണ്, ത്രൂ ഔട്ട് ആ ഒരു ലോങ്ങർ ലൈഫ് ആ കുട്ടി ലേൺ ചെയ്യും. ഓക്കെ, എപ്പോഴും കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കും, പക്ഷെ അത് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്തോളണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. എന്താ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ, റിവാർഡ് ഇസ് ഗിവൺ എവറി ടൈം ദ ബിഹേവിയർ ഹാപ്പൻസ്. എപ്പോഴും ലൈക്ക് ഓരോ സമയവും ആ കുട്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ എന്താണ്, റിവാർഡ് നൽകുക. അതിനെയാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പട്ടിയോട് നമ്മൾ ഇരിക്കാൻ പറയാണ്. ഓക്കെ, സിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പട്ടി ഇരിക്കുകയാണ്. അപ്പൊ എപ്പോഴും
നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പട്ടിക്ക് നമ്മൾ റിവാർഡ് കൊടുക്കുക. അതിനെയാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ലേണിംഗ് ആയിരിക്കും, ബട്ട് ബിഹേവിയർ സ്റ്റോപ്സ് ക്വിക്ലി ഇഫ് റിവാർഡ് സ്റ്റോപ്പിംഗ്. ഈ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ, റിവാർഡ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവർ വളരെ ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമ്മൾ റിവാർഡ് കൊടുക്കുന്നതായിട്ട് നിർത്തി കഴിഞ്ഞാൽ കുട്ടികൾ ആ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സോ റെസ്പോൺസ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഇത് നിർത്തി കഴിയുമ്പോൾ സ്ലോ ആയിരിക്കും. അതായത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ഓക്കെ, ഇനി ഫിക്സ്ഡ് റേറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഇതെന്താന്നുള്ളത് നോക്കാം. റിവാർഡ് ആഫ്റ്റർ എ ഫിക്സ്ഡ് നമ്പർ ഓഫ് ആക്ഷൻസ്. ഒരു കുട്ടി കുറച്ച് ആക്ഷൻസ്, ഫിക്സ്ഡ് ആയിട്ട് കുറച്ച് ആക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു സമ്മാനം കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലൈക്ക് എവരി 5 റൈറ്റ് ആൻസർ, 5 ഉത്തരങ്ങൾ ശരിയായിട്ട് കുട്ടി എഴുതുകയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മളൊരു സ്റ്റാർ കൊടുക്കുക എന്നുള്ളത് അതൊരു ഫിക്സ്ഡ് ആക്ഷൻ ആണ് അല്ലെ. 5 റൈറ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സ്റ്റാർ കിട്ടും എന്നുള്ളത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. ഇവിടെ റെസ്പോൺസ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കുട്ടി ഇത് ചെയ്യാനൊക്കെ ശ്രമിക്കും, പക്ഷെ ഇത് കൂടുതൽ നേരം എക്സ്റ്റെൻഡ് ചെയ്യോ, അതൊരു മീഡിയം ലെവലാണ് കേട്ടോ. എപ്പോഴും ത്രൂ ഔട്ട് ഇതിങ്ങനെ കുട്ടി ഇതിൽ തന്നെ വളരെ എൻജോയ് ചെയ്തോളണം എന്നില്ല. നെക്സ്റ്റ് ഫിക്സ്ഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. ഫിക്സ്ഡ് ടൈം ആയിരിക്കും അല്ലെ, ഒരു ഇത്ര സമയം, ഒരു ടൈം ഓൾറെഡി ഫിക്സ് ചെയ്യും. ഇപ്പൊ 1 അവർ കഴിയുമ്പോൾ ഒരു റിവാർഡ്, 2nd അവർ കഴിയുമ്പോൾ ഒരു റിവാർഡ്, 3rd അവർ കഴിയുമ്പോൾ ഒരു റിവാർഡ്. ടൈം ഇവിടെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും റിവാർഡ് കൊടുക്കുക. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്കർ പെയ്ഡ് എവരി ഹവർ. 1 മണിക്കൂർ പണി എടുത്തു കഴിഞ്ഞാൽ ആ പണിക്കാരന് നമ്മൾ ഒരു കുറച്ച് ഒരു റിവാർഡ് കൊടുക്കും. ഓക്കെ, ഇതാണ് ഫിക്സ്ഡ് ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ റെസ്പോൺസ് റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. ഇപ്പൊ ലൈക്ക് ടൈം ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടത്തിയെടുക്കുക. എക്സ്റ്റൻഷനും എന്ന് പറയുന്നത് എന്താണ്, ഒരു മീഡിയം ലെവലാണ്. Okay, next is variable rate reinforcement. Reward after an unknown number of action. ഇവിടെ നമുക്ക് അറിയില്ല എപ്പോഴാണ് ഇത്, നമ്മൾ ടൈം ഫിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആക്ഷൻ ഫിക്സ് ചെയ്തിട്ടോ ഒന്നുമല്ല റിവാർഡ്, നമുക്ക് അറിയില്ല എപ്പോഴാണ് റിവാർഡ് ലഭിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഗാംബ്ലിംഗ് ഓർ ഫിഷിംഗ് നമുക്കറിയാം, മീൻ പിടിക്കാൻ പോകുമ്പോൾ നമുക്കറിയില്ല അല്ലെ എപ്പോഴാണ് നമ്മുടെ വലയിൽ മീൻ വരിക എന്നുള്ളത്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ആ റിവാർഡ് ലഭിക്കുക എന്നുള്ളത്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ലൈക്ക് നമ്മൾ ചൂതാട്ടം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുക, നമ്മൾ എന്തെങ്കിലും പൈസ വെച്ചിട്ട് റിസ്ക് ചെയ്ത്, നമ്മുടെ പണം വെച്ച് റിസ്ക് ചെയ്തുകൊണ്ടുള്ള കളിക്കാണ് എന്ത് പറയാ, ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റെസ്പോൺസ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ ഇതിനങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. വളരെ സ്ലോ എക്സ്റ്റൻഷൻ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. നെക്സ്റ്റ് ഇസ് വേരിയബിൾ ഇന്റർവെൽ റീഇൻഫോഴ്സ്മെന്റ്. റിവാർഡ് ആഫ്റ്റർ ആൻ അൺനോൺ ടൈം. ഇവിടെ ആക്ഷൻ അല്ല, ടൈമാണ്, എപ്പോഴാണ് റിവാർഡ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല. ഒരു ഫിക്സ്ഡ് ടൈം ഒന്നല്ല, മേ ബി ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം, മേ ബി ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പൊ നമുക്ക് അറിയില്ല എപ്പോഴാണ് റിവാർഡ് ലഭിക്കുക എന്നുള്ളത്. ഇതിലും റെസ്പോൺസ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ നോക്കും, പക്ഷെ ഇത് എക്സ്റ്റൻഷൻ ഇതും വളരെ സ്ലോ ആണ്. ഇതെല്ലാം ആ ഒരു കണ്ടീഷനിങ്ങിൽ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, നമ്മുടെ റിവാർഡ്സ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പണിഷ്മെന്റ്സിലൂടെ എന്താണ് ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ഇപ്പൊ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ റിവാർഡ്സ് കൊടുക്കുക, ഒരു ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ പണിഷ്മെന്റിലൂടെ ആ ഒരു ഹാബിറ്റിനെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. Next, focuses on encouraging good behavior and reducing bad ones. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത്. ഇനി what are the educational application of reinforcement? റീഇൻഫോഴ്സ്മെന്റിന് എന്തൊക്കെ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. റീഇൻഫോഴ്സ്മെന്റ് ഹെൽപ്സ് ഷേപ്പ് സ്റ്റുഡൻസ് ബിഹേവിയർ. നമ്മൾ ഇങ്ങനെയുള്ള റീഇൻഫോഴ്സ്മെന്റ് അല്ലെ, മേ ബി അത് റിവാർഡ് ആവാം അല്ലെങ്കിൽ പണിഷ്മെന്റ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ബിഹേവിയറിൽ ചില മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൈക്ക് പ്രൈസ് ഓർ അപ്രൂവൽ മോട്ടിവേറ്റ് സ്റ്റുഡൻസ്. നമ്മുടെ കുട്ടിക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അല്ലെ, ആ കുട്ടീനെ നമ്മൾ പ്രൈസ് ചെയ്യുക, ലൈക്ക് എല്ലാവരുടെ മുന്നിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, ഇതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാക്കും. ഗുഡ് ബിഹേവിയർ ഓർ കറക്റ്റ് ആൻസേഴ്സ് ആർ റിവാർഡഡ്. ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഉത്തരം പറയുമ്പോൾ ഇതിനെയൊക്കെ റിവാർഡ് ചെയ്യുമ്പോൾ അത് ആ കുട്ടീന്റെ ലേണിങ്ങിനെ ഒരുപാട് സഹായിക്കും. ബാഡ് ബിഹേവിയർ ഇസ് ഇഗ്നോർ ടു റെഡ്യൂസ് ഇറ്റ്.
ഇനി ഒരു കുട്ടി ബാഡ് ബിഹേവിയർ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഇഗ്നോർ ചെയ്യുക അല്ലെ. പണിഷ്മെന്റ് എന്തെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ അതിലൂടെ ആ കുട്ടീന്റെ ബിഹേവിയറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാജുവലി ഓൺലി ഗുഡ് ഓർ ഇംപ്രൂവ്ഡ് ബിഹേവിയർ ഇസ് പ്രൈസ്ഡ്. അപ്പൊ ഒരു കുട്ടി ബാഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ എന്താണ്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ഗ്രാജുവലി ആ കുട്ടി എന്താണ് ബിഹേവിയർ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ ആ കുട്ടീനെ പ്രൈസ് ചെയ്യുക. സോ നല്ല കാര്യം ചെയ്യുമ്പോൾ ആ കുട്ടീനെ അംഗീകരിക്കുക, ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ബാഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ ആ കുട്ടീനെ ഇഗ്നോർ ചെയ്യുക, നമ്മൾ അതിന് വല്ലാതെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, കുട്ടികൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ബ്രൂണർ ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ കൺസെപ്റ്റ്സ് ത്രൂ എക്സാമ്പിൾസ്. ഇവിടെ എക്സാമ്പിളിലൂടെ കുട്ടികൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ മോർ എക്സാമ്പിൾസ് ഇട്ട് പഠിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് കമ്പയർ പോസിറ്റീവ് എക്സാമ്പിൾസ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. ഇവിടെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും തമ്മിൽ കുട്ടികൾ കമ്പയർ ചെയ്ത് പഠിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമല്ലോ. ഓക്കെ, ദേ ട്രൈ ടു ഫൈൻഡ് ദ റൂൾ ദാറ്റ് മേക്സ് ദ എക്സാമ്പിൾസ് കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. സ്ലോലി ദേ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ബൈ അനലൈസിങ് ദ ഡിഫറൻസ്. സോ കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് കമ്പാരിസണിലൂടെയും കമ്പയറിംഗിലൂടെയും ഒക്കെ ഡിഫറൻസസ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കൺസെപ്റ്റ് കുറച്ചും കൂടെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇതിന് ഒരുപാട് ഫേസസ് ഉണ്ട് കേട്ടോ. ഫേസ് 1 എന്താണ്, ടീച്ചർ ഗീവ്സ് ലേബിൾഡ് എക്സാമ്പിൾസ്. ടീച്ചർ എന്താണ് ഓൾറെഡി കുറച്ച് എക്സാമ്പിൾസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. സ്റ്റുഡൻസ് കമ്പയർ ഗുഡ് ആൻഡ് ബാഡ് എക്സാമ്പിൾസ്. ആ ഒരു എക്സാമ്പിൾസിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്താ, ഗുഡ് എക്സാമ്പിൾസ് എന്തൊക്കെയാണോ, ബാഡ് എക്സാമ്പിൾസ് എന്തൊക്കെയാണോ എന്നുള്ളത് കുട്ടികൾ തന്നെ എന്ത് ചെയ്യും, ഒരു കമ്പാരിസൺ നടത്തും. ദേ ഗസ് ദ റൂൾ ആൻഡ് ഡിഫൈൻ ദ കൺസെപ്റ്റ്. സോ അവരെന്നെ ഈ ഒരു കൺസെപ്റ്റിനെ ഗസ് ചെയ്തെടുക്കും. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കൺസെപ്റ്റ് ഫുള്ളി നേരെ പറഞ്ഞു കൊടുക്കാതെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം ഇട്ട് കൊടുക്കും. ആ എക്സാമ്പിൾസിനെ കുട്ടികൾ വേർതിരിച്ച് കമ്പയർ ചെയ്ത് കുട്ടികൾ തന്നെ കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു മോഡൽക്കുള്ളത്. ഇനി ഫേസ് 2 എന്താ വരുന്നത്, സ്റ്റുഡൻസ് ടെസ്റ്റ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് യൂസിങ് ന്യൂ എക്സാമ്പിൾസ്. പുതിയ എക്സാമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് അവർ മനസ്സിലാക്കിയതിനെ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അവർ തന്നെ എന്താണ് ടെസ്റ്റ് ചെയ്യും. ടീച്ചർ കൺഫേംസ് ഓർ കറക്റ്റ് ആൻസേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും, കുട്ടികൾ ഇങ്ങനെ പറയാണ്, ഓക്കെ ഇത് ആ ടോപ്പിക്കിലോട്ട് കുട്ടികൾ എത്തുമ്പോൾ ടീച്ചർ ഇങ്ങനെ കൺഫേം ചെയ്യും, ഓക്കെ യെസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് എന്നുള്ളത് ടീച്ചർ എന്ത് ചെയ്യും, കൺഫേം ചെയ്യും. സ്റ്റുഡൻസ് ഗീവ് ദെയർ ഓൺ എക്സാമ്പിൾസ്. ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുട്ടികൾ അവരുടെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഇട്ടുകൊടുക്കും ഫേസ് 2. അടുത്ത ഫേസ് 3 എന്താണ്, സ്റ്റുഡൻസ് ഡിസ്കസ് ദെയർ തിങ്കിങ്. ഇനിയിപ്പോ ഇവർക്ക് ലഭിച്ച ആ ഒരു എക്സാമ്പിൾസിലൂടെ കുട്ടികൾ എന്താണ്, അവരിങ്ങനെ ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്തും. ഓക്കെ ഞാൻ ചിന്തിക്കുന്നത് കറക്റ്റ് ആണോ, ഞാൻ ഗസ് ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ എന്താണ് കുട്ടികൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദേ ടോക്ക് അബൌട്ട് ദെയർ ഗെസ്സസ് ആൻഡ് റീസൺ. അപ്പൊ അവര് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഓക്കെ എനിക്ക് തോന്നുന്നു ഇതാണ് ടോപ്പിക് എന്നുള്ളത് അവർ തന്നെ എന്താണ് ഒരു ഡിസ്കഷനിലൂടെ അവരുടെ ഗെസ്സും അവരുടെ റീസൺസ് ഒക്കെ അവർ തന്നെ ഷെയർ ചെയ്യും. ഓക്കെ, ഇനി അതർ പോയിന്റ്സ് എന്തൊക്കെയാണ്, സോഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇത് സോഷ്യൽ സിസ്റ്റം എന്താണ്, ടീച്ചർ സെലക്ട്സ് എക്സാമ്പിൾസ് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് ഡ്യൂറിങ് ദ ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ടീച്ചർ എന്ത് ചെയ്യും, ചില എക്സാമ്പിൾസ് സെലക്ട് ചെയ്യും ആൻഡ് കുട്ടികളെ എന്താണ് അതിലോട്ട് ഗൈഡ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ടീച്ചർ സപ്പോർട്ട് സ്റ്റുഡൻസ് ഐഡിയാസ് ആൻഡ് തിങ്കിങ് ത്രൂ ഔട്ട് ദ ലെസൺ. ആ ഒരു ലെസൺ കംപ്ലീറ്റ് ആവുന്നത് വരെ ടീച്ചർ എന്ത് ചെയ്യും, കുട്ടികളുടെ ഐഡിയാസിനെയും അവരുടെ തിങ്കിങ്ങിനെയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് സപ്പോർട്ട് സിസ്റ്റം. സ്റ്റുഡൻസ് ആർ ഷോൺ ബോത്ത് കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് എക്സാമ്പിൾസ് ടു കമ്പയർ. ഇവിടെ കുട്ടികൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഇൻകറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും കുട്ടികൾക്ക് ഇട്ടുകൊടുക്കും, എന്തിന്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എഫക്ട്സ്, ഹെൽപ്പ് സ്റ്റുഡൻസ് തിങ്ക് ഡീപ്ലി ആൻഡ് ലേൺ കൺസെപ്റ്റ്സ് ക്ലിയർലി. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയാം, കുട്ടികൾക്ക് വളരെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ എന്താണ് മനസ്സിലാക്കി എടുത്ത് ആ ഒരു കൺസെപ്റ്റ്സിനെ വളരെ ക്ലിയർ ആയിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കും.
ഓക്കെ, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട് കുട്ടികളുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. ഇനി എന്തൊക്കെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ്, ഈ ഒരു മോഡലിന് നമുക്ക് ആദ്യം ഒരു കൺസെപ്റ്റ് വേണം അല്ലെ. ചൂസ് ദ കൺസെപ്റ്റ്. എന്തെങ്കിലും ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റോ ചൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, പിക്ക് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ആ ഒരു കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ എന്താണ് പിക്ക് ചെയ്യുക. നെക്സ്റ്റ്, ഗീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണ് കുട്ടികൾക്ക് ഇന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ ഞാനിത് ഫോട്ടോസിന്തസിസ് ആണെന്ന് അവരുടെ അടുത്ത് പറയാതെ ഒരുപാട് ഇങ്ങനെ ഹിന്റ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അവർക്ക്. ലൈക്ക് സൺലൈറ്റ് വേണം എനിക്ക്, വെള്ളം, പിന്നെ കെമിക്കൽ റിയാക്ഷൻ, ഇങ്ങനെ ഒരുപാട് വാട്ടർ, ഓക്സിജൻ, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. സോ അവരെന്ത് ചെയ്യും, അവർക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസും നെഗറ്റീവ് ആയിട്ടുള്ള എക്സാമ്പിൾസും കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്ക് പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഷോ എക്സാമ്പിൾസ് ആൻഡ് ലിസ്റ്റ് ഫീച്ചേഴ്സ്. ആ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കാൻ തക്കത്തിൽ ആവശ്യമായിട്ടുള്ള എക്സാമ്പിൾസും അതിന്റെ ഫീച്ചേഴ്സും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഹെൽപ്പ് സ്റ്റുഡൻസ് ഡിഫൈൻ ദ കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റിനെ കുട്ടികൾ തന്നെ ഡിഫൈൻ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അവർ തന്നെ അത് ഡിഫൈൻ ചെയ്യട്ടെ. നെക്സ്റ്റ്, ഗീവ് മോർ എക്സാമ്പിൾസ്. ഇനി ഇവർക്ക് അത് ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് അതിലോട്ട് എത്താൻ വേണ്ടി ഒരുപാട് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക. ലാസ്റ്റ്, ഡിസ്കസ് എവറിത്തിങ് വിത്ത് ദ ക്ലാസ്. അവസാനം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കൺസെപ്റ്റിലോട്ട് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ക്ലാസ് റൂമിൽ വെച്ച് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ ബെനിഫിറ്റും അതുപോലെ തന്നെ ലിമിറ്റേഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഇംപ്രൂവ് തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ. നമ്മൾ ഇങ്ങനെ ക്ലൂ ഒക്കെ ഇട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് അവരുടെ ഒരു ഇമാജിനേഷനും തിങ്കിങ് കപ്പാസിറ്റിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യും. ഹെൽപ്സ് ഇൻ ഇന്റലക്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ ഡെവലപ്മെന്റ്. കുട്ടികൾക്ക് ഒരുപാട് വ്യക്തമായിട്ടുള്ള ഒരു ഡീപ്പായിട്ട് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ബിൽഡ്സ് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്. നല്ലൊരു സ്റ്റഡി ഹാബിറ്റ് അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോ മെന്റൽ പ്രഷർ. ഒരു മെന്റൽ പ്രഷർ ഒന്നും കൊടുക്കാതെ നമ്മൾ വളരെ ഫണ്ണായിട്ട് ഒരുപാട് എക്സാമ്പിൾസിലൂടെയൊക്കെയാണ് ഈ ഒരു മോഡൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എൻകറേജസ് നോളേജ് യൂസ് ആൻഡ് ഒബ്സർവേഷൻ. അതായത് എങ്ങനെ ഒരു കാര്യം ഒബ്സർവ് ചെയ്യണം, നമ്മുടെ നോളേജിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു എൻകറേജ്മെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? സം സ്റ്റുഡൻസ് മേ നോട്ട് പേ അറ്റൻഷൻ. നമുക്കറിയാം, നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അറ്റൻഷൻ പേ ചെയ്യാത്ത കുട്ടികൾക്ക് കാര്യം മനസ്സിലാവോ? തുടക്കത്തിൽ ഒന്നും ശ്രദ്ധിക്കാത്ത കുട്ടികൾക്ക് ലാസ്റ്റ് പിന്നെ വന്നിരുന്ന വല്ല കാര്യം ഉണ്ടായിരിക്കോ? ഇല്ല. സോ എല്ലാ കുട്ടികളുടെയും അറ്റൻഷൻ പ്രോപ്പർലി കിട്ടിക്കൊള്ളണം എന്നില്ല, അതൊരു ഡീമെറിറ്റ് ആണ്. ഓൾ സ്റ്റുഡൻസ് മേ നോട്ട് പാർട്ടിസിപ്പേറ്റ്. ഇങ്ങനെ കമ്പയർ ചെയ്യാനും അല്ലെങ്കിൽ എക്സാമ്പിൾസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനും അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും ഒന്നും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോളണം എന്നില്ല. സം സ്റ്റുഡൻസ് മേ ഗെസ് റോങ്ലി. ചില കുട്ടികൾ എന്താണ്, ആ ഒരു കൺസെപ്റ്റ് റോങ് ആയിട്ട് ഗെസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ ആവുമ്പോൾ അത് അവർക്ക് അവരുടെ കോൺഫിഡൻസിനൊക്കെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്താണ് ടീച്ചിങ് മോഡൽ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽസ് ആണ് ഈ ഒരു സെഷനിൽ ഇന്ന് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ചില പെഡഗോജിയിൽ മാത്രമേ ഉള്ളൂ. അത് നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാത്ത നിങ്ങൾ പഠിക്കേണ്ട. ബാക്കി നമ്മൾ കോർ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ പെഡഗോജിയിലും വരുന്നതാണ്. ബ്ലൂംസിന്റെ മാസ്റ്ററി ലേണിംഗ്, പിന്നെ PF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, ഈ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലൊക്കെ എല്ലാ പെഡഗോജിയിലും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം. ഓക്കെ, ഒരു സെഷനും കൂടെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന് ഉണ്ടായിരിക്കുക. നമ്മൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ്. എനിക്കറിയാം പുതിയ ടോപ്പിക്കുകളാണ്, പുതിയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചിങ് മോഡൽസ് വളരെ ന്യൂ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമുക്ക് തരുന്നത്. ഗോ ത്രൂ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. Okay, so thank you everyone for joining the class. We'll see you in the next class. Thank you so much.